പ്രിയപ്പെട്ടവരെ, ആർ മോഹൻ രചിച്ച സ്റ്റോറി ഓഫ് സ്കിസംസ് ആൻഡ് ഇസംസ് എന്ന കേരള രാഷ്ട്രീയത്തിൻ്റെ ചരിത്ര പുസ്തകത്തെക്കുറിച്ചാണ് അരമണിക്കൂർ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആർ മോഹൻ്റെ രണ്ടാമത്തെ പുസ്തകമാണിത്. ഇന്ത്യാസ് ഫെഡറൽ സെറ്റപ്പ് എന്ന് പറഞ്ഞ ഇന്ത്യയിലെ ഫെഡറൽ സംവിധാനത്തിൻ്റെ ചരിത്രം പറയുന്ന ഒരു പുസ്തകം മോഹൻ 2 വർഷം മുമ്പ് എഴുതിയിരുന്നു. ഈ സ്റ്റോറി ഓഫ് സ്കിസംസ് ആൻഡ് ഇസംസ് കേരള ഫ്രം ദ ട്വലൈറ്റ് ഓഫ് മൊണാർക്കി ടു ദ പ്രസൻറ്റ് എന്ന് പറയുന്ന പുസ്തകം ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിൻ്റെ ആധികാരികമായ ചരിത്രം എന്ന് പറയാം. അത് ഐക്യമുന്നണി രാഷ്ട്രീയം എന്ന് പറയുന്ന കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിലൊരു സവിശേഷതയെ മുൻനിർത്തി അദ്ദേഹം രചിച്ച പഠനമാണ്. ഐക്യമുന്നണി രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഇന്ത്യൻ രാഷ്ട്രീയത്തിന് കേരളം സംഭാവന ചെയ്ത ഒരു രാഷ്ട്രീയ പ്രഹേളികയുടെ പേര് കൂടിയാണ് എന്ന് പറയേണ്ടി വരും. ഐക്യമുന്നണി രാഷ്ട്രീയം അല്ലെങ്കിൽ കോലിഷൻ പോളിറ്റിക്സ് എന്ന് പറയുന്നത് ആദ്യമായി പരീക്ഷിച്ച് മുന്നേറിയ ഒരു സംസ്ഥാനം കേരളമാണ്. ഒരുപക്ഷെ അതൊക്കെ കഴിഞ്ഞ് പലതരത്തിലുള്ള കൊലീഷൻ ഗവൺമെൻറ്റുകൾ കടന്നുപോയി കേരളം സക്സസ്ഫുള്ളായി അത് അവതരിപ്പിച്ചതിന് ശേഷമാണ് ദേശീയ തലത്തിൽ കോലിഷൻ പോളിറ്റിക്സ് എന്ന് പറയുന്ന 1990-കളിൽ മാത്രം വന്ന ഒരു രാഷ്ട്രീയ പ്രഹേളിക. ഈ രാഷ്ട്രീയ സമവാക്യങ്ങൾ എങ്ങനെയാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെ, കേരളത്തിൻ്റെ സമ്പദ്വ്യവസ്ഥയെ, കേരളത്തിൻ്റെ സാമൂഹിക ക്രമത്തെ ഗുണപരമായോ ദോഷപരമായോ ബാധിച്ചത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ളൊരു കോലിഷൻ പോളിറ്റിക്സിലേക്ക് കേരളം എത്തിപ്പെടേണ്ടത് വന്നത്? നമ്മൾ മുറകോട്ട് നോക്കി ചിന്തിച്ചാൽ 1957 ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ഒഴിച്ച് മറ്റൊന്നും തന്നെ ഏകകക്ഷി ഭരണമായിരുന്നില്ല കേരളത്തിൽ. ആ 57 കമ്മ്യൂണിസ്റ്റ് EMS നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ മാത്രമാണ് ഒരു കക്ഷി ഭൂരിപക്ഷത്തിൽ കേരളം ഭരിച്ചത്. നിർഭാഗ്യവശാൽ ആ ഭരണം ഭൂരിപക്ഷം ഉണ്ടായിട്ട് പോലും അത് കാലാവധി പൂർത്തിയാക്കാതെ ഇറങ്ങേണ്ടി വരികയും ചെയ്തു. പിന്നീട് കേരള രാഷ്ട്രീയത്തിലുണ്ടായ സംഭവവികാസങ്ങളെല്ലാം തന്നെ ഒറ്റപ്പാർട്ടി ഭരണം അപ്രസക്തമാക്കുകയും അത് അസാധ്യമാണെന്ന് തെളിയിക്കുകയും ചെയ്തു. പക്ഷേ എന്നാൽ മോഹൻ്റെ പുസ്തകം പറയുന്നത് കേരളം രൂപീകരിക്കുന്നതിന് മുൻപേ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പേ തന്നെ കേരളത്തിൻ്റെ അല്ലെങ്കിൽ തിരുകൊച്ചി സംസ്ഥാനങ്ങളിൽ കോലിഷൻ പോളിറ്റിക്സ് വന്നിരുന്നുവെന്നും ആ കോലിഷൻ പോളിറ്റിക്സിൻ്റെ സ്വഭാവം തീർച്ചയായിട്ടും കേരള രാഷ്ട്രീയ പാർട്ടികളുടെ മനസ്സിലുണ്ടായിരുന്നു. അതിൻ്റെ ഒരു തുടർച്ച എന്ന നിലയിലാണ് കേരളത്തിലെ പിന്നീട് ഐക്യമുന്നണി ബഹുകക്ഷി രാഷ്ട്രീയ ഗവൺമെൻറ്റുകളുണ്ടായത്. ഇവിടെ സംഭവിച്ച ഒന്നെന്ന് പറയുമ്പോൾ, കൂട്ടുകക്ഷി എന്ന് പറയുമ്പോൾ അവരുടെ തമ്മിലുള്ള പ്രത്യയശാസ്ത്രപരമായ വേർതിരിവ് അല്ലെങ്കിൽ വൈരുദ്ധ്യങ്ങളെപ്പോലും കണക്കാക്കാതെ രാഷ്ട്രീയ കൂട്ട് ഉണ്ടാക്കാമെന്നും അതിലൂടെ അധികാരം നിലനിർത്താമെന്നും പഠിച്ചു എന്നുള്ളതാണ്. അവിടെയാണ് ഈ സ്കിസംസ് ആൻഡ് ഇസംസ് എന്ന് പറയുന്നത്. സ്കിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പ്രത്യയശാസ്ത്ര വൈരുദ്ധ്യങ്ങൾ മറന്നുകൊണ്ട് അധികാരം അല്ലെങ്കിൽ ഗവർണൻസ് ഉണ്ടാക്കുക എന്ന ഒരു പ്രത്യേക കാര്യത്തിന് മാത്രമായിട്ട് വ്യത്യസ്ത രാഷ്ട്രീയ ചായ്വുകളുള്ള, വ്യത്യസ്ത നിലപാടുകളുള്ള, വ്യത്യസ്ത പ്രത്യയശാസ്ത്ര ബോധമുള്ള രാഷ്ട്രീയ കക്ഷികൾ, രാഷ്ട്രീയ പാർട്ടികൾ ഒരുമിച്ച് ചേർന്ന് ഭരണമുണ്ടാക്കുക എന്ന്. ഇതെന്തുകൊണ്ടാണ് കേരളത്തിന് ഇങ്ങനെയൊരു സമവാക്യത്തിലേക്ക് പോകേണ്ടി വന്നത്? എന്താണ് രാഷ്ട്രീയ പാർട്ടികളെ അത് ഒരു പ്രധാനപ്പെട്ട വഴിയാണ് എന്ന് തിരഞ്ഞെടുക്കാനുള്ള കാരണം? അത് കേരളത്തിൻ്റെ സാമുദായികമായ ഒരു ചിത്രത്തെ കൂടി, സാമൂഹികമായ ഒരു ചിത്രം, കേരള രാഷ്ട്രീയത്തിൽ സമുദായങ്ങൾ എങ്ങനെയാണ് നിലനിർത്തിയത്, ഇടപെട്ടത് എന്നതിൻ്റെ ഒരു ചരിത്രം കൂടിയാണ്. നമുക്കറിയാം, ഇന്നും കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് രാഷ്ട്രീയത്തിനപ്പുറത്ത് സമുദായങ്ങൾ എടുക്കുന്ന നിലപാടുകളാണ്. ഇതിൻ്റെ ഒരു ചരിത്രം കൂടിയായി മാറുകയാണ് ഈ പുസ്തകം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പം കേരള രാഷ്ട്രീയത്തിൻ്റെ ഒരു ആധികാരിക ചരിത്രം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പുസ്തകങ്ങളൊന്നും തന്നെ ഇല്ല. റോബിൻ ജെഫ്രിയെ പോലുള്ള ചിലർ എഴുതിയ ചില പുസ്തകങ്ങൾ അതൊരു പ്രത്യേക ആസ്പെക്റ്റിൽ മാത്രം എഴുതിയ പുസ്തകങ്ങളാണ്. പക്ഷേ തീർച്ചയായിട്ടും നോസിറ്റർ എഴുതിയ കമ്മ്യൂണിസം ഇൻ കേരള പോലുള്ള പുസ്തകങ്ങൾ, അതിനപ്പുറമായിട്ട് പ്രീ ഇൻഡിപെൻഡൻസ് തൊട്ടുള്ള കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള ഒരു പഠനം എന്ന രീതിയിലാണ് ഈ പുസ്തകത്തെ അവതരിപ്പിക്കേണ്ടത്. ഈ പുസ്തകത്തിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയവുമായി നമ്മൾ പൊതുമണ്ഡലത്തിൽ അറിയപ്പെടാതെ പോയ ധാരാളം കാര്യങ്ങൾ, സംഭവങ്ങൾ സൂക്ഷ്മമായി മോഹൻ ഒപ്പിയെടുത്ത് അവതരിപ്പിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ മോഹൻ പറയുമായിരിക്കും. തീർച്ചയായിട്ടും കേരള രാഷ്ട്രീയത്തിൻ്റെ ചരിത്രം ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നതിലുപരിയായി ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ കേരളത്തിൽ നമുക്ക് അവതരിപ്പിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് CP ജോൺ. അപ്പോൾ ആ പുസ്തകത്തെയും കേരള രാഷ്ട്രീയത്തിൻ്റെ ഈ കോലിഷൻ പൊളിറ്റിക്സ് എന്തുകൊണ്ടാണ്, കോലിഷൻ പൊളിറ്റിക്സിൻ്റെ ഒരു വക്താവ് കൂടിയായിരിക്കാം CP എന്നാണ് ഞാൻ കരുതുന്നത്. ഒരു പക്ഷേ ഇര കൂടിയായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള CPക്ക് ഇതിനെക്കുറിച്ച് തീർച്ചയായിട്ടും സൂക്ഷ്മമായിട്ട് വിലയിരുത്താൻ കഴിയും. എന്തായിരിക്കും ഇതിൻ്റെ ഭാവി, കേരള രാഷ്ട്രീയത്തിലെ കോലിഷൻ പൊളിറ്റിക്സിൻ്റെ ഭാവി എന്തായിരിക്കും? ഒരുപക്ഷേ ദേശീയ രാഷ്ട്രീയം ഇതിനെ ഏറ്റെടുത്തപ്പോൾ
നമ്മൾ വീണ്ടും കൊലിഷൻ പൊളിറ്റിക്സ് മാത്രമാണ് സാധ്യമാവുക എന്ന രീതിയിൽ പോവുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ ചരിത്രം കൂടി ഈ പുസ്തകത്തിൽ. എന്തുകൊണ്ടാണ് കേരളം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോട് ചേർന്ന് നിന്നത്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്തുകൊണ്ടാണ് പല വഴിക്ക്, അതിൽ തന്നെ കമ്മ്യൂണിസം തന്നെ പല വഴിക്ക് പോവുകയും 1964 പിളർപ്പിന് ശേഷം 2 പാർട്ടികളായി മാറുകയും ഒക്കെ ചെയ്തതിൻ്റെ ചരിത്രം നമുക്കുണ്ട്. ഇതേക്കുറിച്ചൊക്കെ തീർച്ചയായിട്ടും ജോണിനും മോഹനും ധാരാളം പറയാനുണ്ടാവും. ഇതിനിടയിലൊരു നിൽക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ് ഈ പുസ്തകം എഴുതിയത് എന്ന് മോഹൻ പറഞ്ഞുകൊണ്ട് നമുക്ക് ജോണിലേക്ക് പോകാം. ഇത്തരത്തിലുള്ളൊരു വിഷയം ഇത്ര പ്രധാനപ്പെട്ടതാണെന്നും അത് അടയാളപ്പെടുത്തേണ്ടതുണ്ടെന്നും എന്തുകൊണ്ടാണ് മോഹൻ തോന്നിയത് എന്നൊരു ചോദ്യത്തിൽ നിന്ന് തുടങ്ങാമെന്ന് കരുതുന്നു. ഞാനത് കുറച്ച് ഒടുവിൽ സമയം കിട്ടിയാൽ പറയാം. പക്ഷേ ഇത് ഇങ്ങനെ ഒരു പുസ്തകം എന്തുകൊണ്ട് എഴുതിയെന്ന് ചോദിച്ചാൽ എൻ്റെ തന്നെ സംശയങ്ങൾ എന്നെ കാർന്നു തിന്നതുകൊണ്ടാണ് ഞാനിത് എഴുതാൻ തുടങ്ങിയത്. ഒരുപാട് കാര്യങ്ങൾ കേരളത്തിൽ ഒരു ഫുൾ സ്റ്റോപ്പിന് ശേഷം തുടങ്ങുന്നതായാണ് കാണുന്നത്. അതായത് ഭൂപരിഷ്കരണം ഇത്രാം തീയതി ഇന്ന സമയത്ത് തുടങ്ങി. അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. 1865 മുതൽ അതിൻ്റെ പിന്നിലൊരു ഒഴുകുന്ന ചരിത്രമുണ്ട്. അത് അന്വേഷിച്ച് പോകുമ്പോൾ നിങ്ങൾക്ക് പലതും കിട്ടുന്നു. ഐക്യമുന്നണി രാഷ്ട്രീയം എന്തുകൊണ്ട് വരുന്നു? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തറപറ്റിക്കാൻ മുക്കൂട്ട് മുന്നണി ഉണ്ടാക്കി, PSPയും കോൺഗ്രസും ലീഗും അവിടെ നല്ല തുടങ്ങുന്നത്. കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് അല്ലെങ്കിൽ ദേശീയ പ്രസ്ഥാനം വളരെ ഹ്രസ്വകാലം നിലനിന്നപ്പോഴും ഒരു അംബർല പാർട്ടി എന്നൊരു പാർട്ടി കോൺഗ്രസിനോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ കേരളത്തിലാകാൻ കഴിഞ്ഞിട്ടില്ല. ദേ ആർ ഔട്ട്റീച്ച് പാർട്ടീസ്. രാഷ്ട്രമീമാംസാ സിദ്ധാന്തത്തിൽ അംബർല പാർട്ടീസും ഔട്ട്റീച്ച് പാർട്ടീസും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അംബർല പാർട്ടീസ് സമൂഹത്തിലെ വിവിധ വിഭാഗം ജനവിഭാഗങ്ങളെയും അതിൻ്റെ കൊടക്കീഴിൽ അണിനിരത്തി 1950 മുതൽ 90 വരെ കോൺഗ്രസ് എങ്ങനെ നിലനിന്നോ അതുപോലെ നിലനിന്നു. ഇപ്പോൾ ഒരു പരിധിവരെ BJP അതിന് ശ്രമിക്കുന്നുണ്ടെങ്കിലും BJP എന്നൊരു ഔട്ട്റീച്ച് പാർട്ടിയാണ്. ഒരു കൊയലിഷൻ ബിൽഡിങ്ങിലെ എക്സ്പെർട്ടൈസ് കൊണ്ട് മാത്രമാണ് 1952 മുതൽ കേരളത്തിൽ ഇത് നിലനിന്നത്. ഇത് ഇന്ത്യക്കാകമാനം പരീക്ഷിക്കാവുന്നതും പരീക്ഷിക്കാൻ പാടില്ലാത്തതുമായ നിരവധി കാര്യങ്ങൾ കേരളത്തിലുണ്ടെന്നും അതൊന്ന് പൊതുമണ്ഡലത്തിൽ കൊണ്ടുവരാനുള്ളൊരു ശ്രമമാണ് ഈ പുസ്തകമായി തുടങ്ങിയതെന്ന് ചുരുക്കത്തിൽ പറയുന്നത്. ഞാനൊന്നും പറയുന്നില്ല. കൊലിഷൻ പൊളിറ്റിക്സിനെ കുറിച്ചും പുസ്തകത്തെക്കുറിച്ചും CP പറയും. പ്രിയപ്പെട്ട സുധീർ, പ്രിയപ്പെട്ട മോഹനൻ, പ്രിയപ്പെട്ട സ്നേഹിതന്മാരെ, ഏതാണ്ടൊരു പരീക്ഷയ്ക്ക് പഠിക്കുന്ന ഗൗരവത്തോടു കൂടിയാണ് ഞാൻ ഈ പുസ്തകം സേലം വെടിവെപ്പ് തുടങ്ങിയിട്ടുള്ള സംഭവങ്ങളിൽ 48 കൽക്കട്ട തീസിസിൻ്റെ അടക്കം വെച്ച് നോക്കുകയാണെങ്കിൽ ഈ 45 തൊട്ട് 48-49 വരെയുള്ള കാലത്ത് ഏതാണ്ട് 52-ലധികം ആളുകൾ അവിടെ വെടികൊണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളുകൾ വെടികൊണ്ട് മരിക്കുന്ന ഒരു സാഹചര്യം, തൂക്കിക്കൊല്ലുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ പ്രക്ഷുബ്ധമായ ഒരു കാലമാണ് അവിടെ ഉണ്ടായിരുന്നു. മൊയ്യാർത്തി ശങ്കരൻ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം കൊച്ചി താരതമ്യേന ശാന്തമായിരുന്നു. പ്രക്ഷോഭണങ്ങളും സമരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ശാന്തമായ ഒരു ഡെമോക്രാറ്റിക് ട്രാൻസിഷൻ, വലിയ ടർബുലൻ്റ് അല്ലാത്ത ഡെമോക്രാറ്റിക് ട്രാൻസിഷൻ നടന്നത് കൊച്ചിയുടെ ഭാഗത്തു നിന്നാണ്. കൊച്ചി രാജാവ് തന്നെ ഐക്യകേരളത്തിൻ്റെ വക്താവായി മാറുകയും തൃശ്ശൂരിൽ നടന്ന പ്രസിദ്ധമായ ഐക്യകേരള കൺവെൻഷനിൽ, സമ്മേളനത്തിൽ അധ്യക്ഷം വഹിച്ചതും നമുക്ക് ഓർമ്മയുണ്ട്. നമുക്ക് തിരുവിതാംകൂറിലേക്ക് വരാം. തിരുവിതാംകൂർ ഈ കാലഘട്ടത്തിൽ എന്താകുമായിരുന്നു എന്നതിനെ സംബന്ധിച്ച് ഇത്രയും സൂക്ഷ്മമായി വിശകലനം ചെയ്തിട്ടുള്ള പുസ്തകങ്ങൾ വളരെ വളരെ കുറവാണ്. ഞാൻ പേജ് നമ്പർ 60, 61, 62 തുടങ്ങിയിട്ടുള്ള പേജുകളിൽ മോഹനൻ നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ ഞാൻ വായിക്കുന്നതായിരിക്കും എളുപ്പമെന്ന് എനിക്ക് തോന്നുന്നു. Another question we need to address here is whether the idea of Travancore regaining its sovereignty to the position as in 1795, 1795 എന്തായിരുന്നു തിരുവിതാംകൂർ, അതായത് യൂറോപ്യൻ പാരമൗണ്ടൻസി ഇല്ലാതിരുന്ന തിരുവിതാംകൂർ, അതായത് തിരുവിതാംകൂറിൻ്റെ പുറത്ത് വിദേശ ശക്തികളൊന്നും ആധിപത്യം ഉറപ്പിച്ചിട്ടില്ലാത്ത, മേൽക്കോയ്മകളില്ലാതിരുന്ന കാലത്തെ 1795 തിരുവിതാംകൂർ മടങ്ങിപ്പോകുന്നു എന്നാണ് പറഞ്ഞത്, അല്ലാതെ പുതിയ തിരുവിതാംകൂർ ഉണ്ടാക്കുന്നു എന്നല്ല. അദ്ദേഹം തുടരുകയാണ്. വെൻ ഇറ്റ് അക്സെപ്റ്റഡ് ബ്രിട്ടീഷ് paramountcy and becoming independent at the dawn of independence was one that sprang up in the mind of C.P. Ramaswamy Iyer. It was Diwan C.P. who announced on March 15th, 1947, that
Travancore would remain independent. Later, he made a formal announcement on June 11, 1947. Again, June 11, 1947, after the plan for partition into India and Pakistan was announced on June 3, 1947 by Prime Minister Clement Attlee. അപ്പോൾ അവിടെ ലണ്ടനിൽ ആറ്റ്ലി നമ്മുടെ ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് സ്വാതന്ത്ര്യം കൊടുക്കാൻ തീരുമാനിച്ചു എന്ന് പ്രഖ്യാപിച്ച ഉടനെ അദ്ദേഹം 8 ദിവസത്തിനകത്ത് ഇവിടെ തിരുവിതാംകൂറിൻ്റെ സ്വാതന്ത്ര്യവും CP പ്രഖ്യാപിക്കുകയാണ്. ആഫ്റ്റർ ദ പ്ലാൻ ഫോർ പാർട്ടിഷൻ on June 3, 47 by the British Prime Minister, CP also raised an objection to independent India having diplomatic relations with Soviet Union. സോവിയറ്റ് യൂണിയനുമായിട്ടുള്ള എല്ലാ ഡിപ്ലോമാറ്റിക് റിലേഷൻസിനോടും ട്രാവൻകൂർ എന്ന രാജ്യം എതിരാണ് എന്ന് അദ്ദേഹം വളരെ പൊളിറ്റിക്കലായിട്ടുള്ള കാര്യമാണ്. ഇതൊക്കെ നമ്മുടെ ഓർമ്മയിൽ ഇല്ലാത്തതും നമ്മൾ ഓർക്കാത്തതും പഠിക്കാത്തതുമായ കാര്യങ്ങളാണ് മിക്കതും. അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. The Travancore government also appointed Abdul Karim Sahib, retired Inspector General of Police, as trade representative to വർമ്മയ്ക്ക് അറിയുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതായത് ട്രാവൻകൂർ ഗവൺമെൻറ് ഓൾസോ അപ്പോയിൻറ്റഡ് അബ്ദുൽ കരീം. എനിക്ക് ഈ കാര്യം അറിയാമെങ്കിൽ അബ്ദുൽ കരീമിൻ്റെ പേരറിയില്ലായിരുന്നു. അബ്ദുൽ കരീം സാഹിബ് സുഖവാർഡി, retired Inspector General of Police, as trade representative to Pakistan. The justification offered for this was that Travancore would get supply of rice from Karachi, as the production of staple food grain in the state was inadequate to meet the consumption demand. എന്ന് പറഞ്ഞാൽ സ്വതന്ത്ര തിരുവിതാംകൂർ ഒരേ സമയം സോവിയറ്റ് യൂണിയന് എതിരും പാകിസ്ഥാൻ അനുകൂലവുമായിരുന്നു എന്നുള്ളത് ഇന്ന് ചിന്തിക്കുമ്പോൾ വളരെ രസകരമായിട്ട് തോന്നുന്നു. ഇന്ന് പാകിസ്ഥാൻ ഹിന്ദു രാഷ്ട്രവുമായിരുന്നു. അതെ, പത്മനാഭ ദാസനായിട്ടുള്ള രാജാവിന് വേണ്ടി പാകിസ്ഥാനുമായിട്ടാണ് CP അല്ലെങ്കിൽ ട്രാവൻകൂർ കൃത്യമായി ഒരാളെ വെറുതെ പറയല്ല, ആ ആൾ ആരായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു. അതാണ് മോഹൻ്റെ ഈ പുസ്തകത്തിൻ്റെ സൂക്ഷ്മത എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ മുഴുവൻ വായിച്ച് സമയം കളയുന്നില്ല. പക്ഷേ അന്ന് ഗാന്ധിജി അപ്പോൾ അദ്ദേഹം പറയുന്നൊരു വാക്ക് വളരെ പ്രധാനമാണ്. On the same day, June 11th, the day on which CP made formal announcement of independent Travancore, ഗാന്ധിജിക്ക് 1922 തൊട്ടേ ട്രാവൻകൂർ നന്നായിട്ട് അറിയാം. മഹാത്മാഗാന്ധി in his prayer meeting complained that Travancore taken partition as the signal for balkanization of India. ഇന്ത്യയെ ബാൽക്കനൈസ് ചെയ്യാൻ പോകുന്നതിൻ്റെ തുടക്കമാണ് ട്രാവൻകൂറിൻ്റെ നിലപാട് എന്ന് അദ്ദേഹം പറഞ്ഞു. He challenged Diwan to hold a referendum and wanted to know if there was a ban on Congress meetings in Travancore. അപ്പോൾ ട്രാവൻകൂറിൽ ഈ 1947 ഞാൻ വായിക്കുന്നില്ല, 47 ദേശീയ പതാക ഉയർത്താൻ അനുവദിച്ചിരുന്നില്ല. ദേശീയ പതാക ഉയർത്തിയത് സെക്രട്ടേറിയറ്റിലല്ല, YMCA ഗ്രൗണ്ടിലായിരുന്നു. പട്ടംനാട് പിള്ളെ ദേശീയ പതാക ഉയർത്തിയത് എന്നും നമുക്ക് ഓർക്കാവുന്നതാണ്. എന്തായാലും ദ ഇൻസ്ട്രുമെൻ്റ് ഓഫ് അസഷൻ വാസ് സൈൻഡ് ബൈ പോട്ടെ, അതിലേക്ക് ഞാൻ കൂടുതൽ സമയം എടുക്കുന്നില്ല. എൻ്റെ സമയം തീർന്നു വരികയാണ്. ഇനി 13 മിനിറ്റേ ഉള്ളൂ. 2 കാര്യങ്ങൾ കൂടി അദ്ദേഹം അതേപോലെ തന്നെ അദ്ദേഹം ജിന്നയോട് അദ്ദേഹം കൃത്യമായിട്ട് ഇത് ആവശ്യപ്പെടുന്നുണ്ട്. അതൊന്നും കൂടെ ഞാൻ വായിക്കാം. How strongly did Ramaswamy Iyer believe that he could make idea of independent Travancore workable? To attempt an answer to this, it's worthwhile to see how differences with Government of India regarding ownership of mineral sands were sorted out. Travancore had an immense amount of monazite from which thorium and uranium could be manufactured. This would enable the territory to become an atomic power. ചെറിയ കാര്യങ്ങളല്ല. അപ്പോൾ തിരുവിതാംകൂറിന് വളരെ വേഗത്തിൽ ഒരു അണുശക്തി രാജ്യമായി മാറാൻ കഴിയും എന്ന് 1946 CPയും തിരുവിതാംകൂറും ശ്രദ്ധിച്ചിരുന്നു. പവർ ഓഫ് ദ ആറ്റം ബോംബ് വാസ് നോൺ ടു ദ വേൾഡ് ആഫ്റ്റർ ദ ഹിരോഷിമ ആൻഡ് നാഗസാക്കി ഇൻ 1945. അപ്പോൾ ഒരു ആറ്റോമിക് ബോംബ് ഉണ്ടാക്കാൻ പറ്റുന്ന ഏഷ്യയിലെ അപൂർവം രാജ്യമാണ് തിരുവിതാംകൂർ.
എന്ന കാര്യം മറക്കരുത് എന്നാണ്. ഇന്നും ആറ്റോമിക് ബോംബ് ലോകരാഷ്ട്രീയത്തിൻ്റെ വെനിൻസുലയ്ക്ക് ആറ്റോമിക് ബോംബില്ല എന്ന് ഓർക്കാവുന്നതാണ്. എന്തായാലും ശരി, ഞാൻ നിർത്തുന്നതിന് മുമ്പായിട്ട് ഇനി ഞാൻ പെട്ടെന്ന് ഈ എൻ്റെ ഉദാഹരണങ്ങളുടെ കൂട്ടത്തിൽ 960-ലെയും 65-ലെയും തെരഞ്ഞെടുപ്പുകൾ, 57-ലെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് എല്ലാവരും കൂടുതൽ കേട്ടിട്ടുണ്ട് എങ്കിൽ പോലും 65-ലെയും അതേപോലെ തന്നെ 60-ലെയും തെരഞ്ഞെടുപ്പുകൾ കൃത്യമായി സൂക്ഷ്മമായി മോഹനൻ ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ മോഹനൻ ചെയ്തിട്ടുള്ള വർക്കിൽ എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയത് റിസൾട്ട്സ് ഹാഡ് ദർ ബീൻ കമ്മ്യൂണിസ്റ്റ് യൂണിറ്റി, അതായത് CPI-യും CPM-ഉം ഒരുമിച്ച് മുന്നണിയായി നിന്നിരുന്നുവെങ്കിൽ എത്ര സീറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് രണ്ടും കൂടെ കിട്ടുമായിരുന്നുള്ള സാങ്കല്പികമായ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അത് വളരെ രസകരമാണ്. അതിൽ എന്നെ അത്ഭുതപ്പെടുത്തിയത്, ഞാൻ വിചാരിച്ചു കൂടുതൽ കിട്ടുമെന്നാണ്. പക്ഷേ CPM-ന് കിട്ടിയ 40 സീറ്റിനേക്കാൾ വെറും 3 സീറ്റ് മാത്രമേ CPI-യുമായി ചേർന്നിരുന്നാലും കിട്ടുമായിരുന്നുള്ളൂ എന്ന് മോഹനൻ തെളിയിക്കുന്നതിൻ്റെ പ്രത്യേകിച്ച് രാഷ്ട്രീയ കാരണങ്ങളൊന്നും ഉണ്ടാവില്ലെങ്കിലും അത് രസകരമായ ഒരു സാങ്കല്പികമായ ആർഗ്യുമെൻ്റാണ്. അതേപോലെ തന്നെ 960-ൽ അത് മോഹനൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. 960-ൽ നടന്ന തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർലമെൻ്ററി പാർട്ടി, ആ പാർലമെൻ്ററി പാർട്ടിയിലെ 30 പേരിൽ 19 പേരും CPI ആയിരുന്നു. 19 20 പേർ CPI ആയിരുന്നു. CPM ആ പാർലമെൻ്ററി പാർട്ടിയിലെ ഒരു ന്യൂനപക്ഷമായിരുന്നു. അതും വാസ്തവത്തിൽ എവിടെയും കൃത്യമായ പേരുകളോടുകൂടി രേഖപ്പെടുത്തിയിട്ടില്ല. പേരുകൾ മോഹനൻ അടുത്ത എഡിഷനിൽ എഴുതാമെന്നാണ് എന്നോട് സമ്മതിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ മറ്റൊന്ന്, 57-ലെ തെരഞ്ഞെടുപ്പിൽ 4 പാർട്ടികളെ മത്സരിച്ചിട്ടുള്ളൂ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി, കോൺഗ്രസ്, മുസ്ലിം ലീഗ്, PSP, 4 പാർട്ടികളേ ഉള്ളൂ. പക്ഷേ അതിൽ 60 സീറ്റേ CPIക്ക് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് CPIക്ക് ഉള്ളൂ എങ്കിൽ പോലും അതിൽ 29 സീറ്റിലും 60 സീറ്റിലെ 29 സീറ്റിലും CPIക്ക് 50% വോട്ടുണ്ടായിരുന്നു, അധികം വോട്ടുണ്ടായിരുന്നു. അതിൽ മാവേലിക്കര, ചെങ്ങന്നൂർ, പത്തനംതിട്ട പോലുള്ള മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നു എന്നുള്ളത് M.N. ഗോവിന്ദൻ നായർ നടത്തിയപ്പോൾ സോഷ്യൽ എഞ്ചിനീയറിങ് എന്തായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. മന്നത്തിൻ്റെ പിന്തുണ എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് 50%-ലധികം വോട്ട് കിട്ടുന്നതിന് വേണ്ടി ഇടയാക്കിയെന്ന് പറയുന്നുണ്ട്. 60-ൽ നടന്ന തിരഞ്ഞെടുപ്പിലും എന്തായിരുന്നു അന്ന് കിട്ടിയ വോട്ടിൻ്റെ പെർസെൻറ്റേജ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ 60-ലെ തെരഞ്ഞെടുപ്പിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും തമ്മിലുണ്ടായിരുന്ന വ്യത്യാസം 0.3% വോട്ടിൻ്റെ. വിമോചന സമരത്തിന് ശേഷം കോൺഗ്രസ് ജയിച്ച് അധികാരത്തിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന പെർസെൻറ്റേജ് വെറും 0.3% ആയിരുന്നു. ഞാൻ അവസാനിപ്പിക്കാം. ഈ പുസ്തകത്തിലുടനീളം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളതും മോഹനൻ സൂക്ഷ്മതയോടുകൂടി പുറത്തു കൊണ്ടുവന്നിട്ടുള്ളതുമായിട്ടുള്ളൊരു കാര്യം PSP എന്ന പാർട്ടിയുടെ പങ്കാണ്. ഇപ്പോൾ PSP നമുക്കില്ല. ഇവിടെ പട്ടനാടുള്ള സാർ ഭരിച്ച ഒരു അസംബ്ലിയും പാർലമെൻറ്റും ആണല്ലോ ഇവിടെ ഉള്ളത്, നമ്മൾ തിരുവനന്തപുരത്ത് ഇരിക്കുന്നത്. പക്ഷേ PSPക്ക് 60-ലെ തെരഞ്ഞെടുപ്പിലും അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ SSPക്കായാലും 15% വോട്ട് PSP എന്ന കോൺഗ്രസ് അല്ലാത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലാത്ത പാർട്ടിക്ക് ഉണ്ടായിരുന്നു. വാസ്തവത്തിൽ ഇപ്പോൾ ഈ നടന്ന പാർലമെൻറ്റ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും കിട്ടിയ വോട്ട്, BJPക്ക് കിട്ടിയ വോട്ട് 14.75% വോട്ടാണ്. അപ്പോൾ ഇവിടെ ഇത് ത്രികോണ മത്സരം എന്ന് നമ്മൾ പറയുമ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും അല്ലാത്ത ഈവൻ മുസ്ലിം ലീഗിനെ പോലുള്ള പാർട്ടികൾക്കും പുറമേയുള്ള പാർട്ടിയായിട്ടുള്ള PSP, ആ PSP ഒഴിച്ചിട്ട ആ 15%, ആ 15%ലേക്കാണോ BJP കയറിയിരുന്നത് എന്ന ഒരു ചോദ്യം ഞാൻ വെറുതെ ചോദിക്കുന്നു എന്നേ ഉള്ളൂ. താങ്ക് യു വെരി മച്ച്. തീർച്ചയായിട്ടും അതൊരു ചോദ്യമാണ്. മോഹൻ ഈ പറഞ്ഞ കൊലീഷനൊക്കെ വരുമ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഈ സാമുദായിക സംഘടനകൾ പലതിലും ഒരു കമ്മ്യൂണൽ എലിമെൻ്റ് ഉണ്ടായിരുന്നു എന്ന് പുസ്തകത്തിൽ പലയിടത്തായിട്ട് പറയുന്നുണ്ട്. അതിൽ അത്ഭുതപ്പെടുത്തിയൊരു വിവരം എന്ന് പറയുന്നത് 48-ലാണെന്നാണ് എൻ്റെ ഓർമ്മ. NSSൻ്റെ ഒരു ആഘോഷ യോഗത്തിൽ സവർക്കർ വന്ന് പ്രസംഗിച്ചു എന്ന് മോഹൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ പട്ടനാടുപിള്ളയിൽ ആരാണ് ഒരു ഹിന്ദു കമ്മ്യൂണലോ ആണെന്ന് പറയുന്നത്, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? എങ്ങനെയാണ് ഈ കമ്മ്യൂണൽ സംഗതി? NSSൻ്റെ ഒരു 41-42 കാലത്തെ ഒരു ജൂബിലി സമ്മേളനത്തിൽ സവർക്കർ വന്ന് പ്രസംഗിച്ചിട്ടുണ്ടെന്നുള്ളത് മന്നത്ത് പത്മനാഭൻ അദ്ദേഹത്തിൻ്റെ
ജീവിത സ്മരണയിൽ വളരെ സത്യസന്ധമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. പക്ഷേ NSSൻ്റെ ചരിത്രം 1-2 വോള്യൂമിൽ അത് കണ്ടില്ല. അന്ന് സവർക്കർക്ക് ചെങ്കോട്ട മുതൽ അങ്ങ് ആലപ്പുഴ ഭാഗം വരെ സ്വീകരണമൊക്കെ നൽകി അദ്ദേഹം ഇവിടെ വന്ന് പ്രസംഗിച്ചിട്ടൊക്കെ ഉണ്ട്. സവർക്കർക്ക് തിരുവിതാംകൂറുമായി വേറൊരു അംബ്ലിക്കൽ കാർഡ് ഓർ ഒരു ഐഡിയോളജിക്കൽ കണക്ഷനുണ്ട്. സവർക്കർ സ്വതന്ത്ര തിരുവിതാംകൂർ പ്രഖ്യാപനം വന്നപ്പോൾ അതിനെ അഭിനന്ദിച്ചുകൊണ്ട് മഹാരാജാവിന് കമ്പിയടിച്ച ഒരു നേതാവ് VD സവർക്കറാണ്. ഞാനത് കൃത്യമായി എഴുതിയിട്ടുള്ളത് ഇപ്പോൾ ഓർക്കണില്ല, പക്ഷേ സവർക്കർ കമ്പി അടിച്ചിട്ടുണ്ട്. കാരണം നിസാം ഓഫ് ഹൈദരാബാദിന് ഒരു സ്റ്റേറ്റായി നിലനിൽക്കാനുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കാൻ ധൈര്യം കാണിച്ച നിങ്ങളെ ഞാൻ ഹൃദയം തുറന്ന് അഭിനന്ദിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് അങ്ങനെ ഒരു കാര്യം കൂടി അതിലുണ്ട്. അങ്ങനെ പക്ഷെ പിന്നീട് ധാരാളം സവർക്കർ ഇതിൽ ഇടപെട്ടതായി കാണുന്നില്ല. NSSും അതുമായിട്ട് വളരെ ബന്ധപ്പെട്ടതായും കാണുന്നില്ല. പക്ഷേ കേരളത്തിലെ മുന്നണി രാഷ്ട്രീയം രാഷ്ട്രീയ പാർട്ടികളുടെ മുന്നണി മാത്രമല്ല, സമുദായങ്ങളുടെ സാമുദായിക ശക്തികളുടെ മൈക്രോ മാനേജ്മെൻറ്റ് അതിൻ്റെ അകത്ത് ധാരാളമുണ്ട്. 57 തെരഞ്ഞെടുപ്പ് അതിന് വലിയൊരു ഉദാഹരണമാണ്. 57 തെരഞ്ഞെടുപ്പിൽ മന്നത്ത് പത്മനാഭന് കോൺഗ്രസിനോട് വലിയ ഒരു എതിർപ്പുണ്ടായിരുന്നു. അതിന് ചെറിയ കാരണങ്ങളും വലിയ കാരണങ്ങളൊക്കെ പറയാറുണ്ട്. അതായത് ചങ്ങനാശ്ശേരിയിലെ NSS സമ്മേളനത്തിന് ശുദ്ധജലം സപ്ലൈ ചെയ്യാൻ പനമ്പള്ളിക്ക് കഴിയാത്തത് തൊട്ടുള്ള കാരണങ്ങൾ ആളുകൾ ചെറുതും വലുതുമായി പറയുന്നുണ്ട്. നിയോഗി കമ്മീഷൻ മധ്യപ്രദേശിൽ വന്നപ്പോൾ ക്രിസ്ത്യാനികൾക്ക് ചെറിയ എതിർപ്പ് കോൺഗ്രസിനോട് വന്നതിനെ പറ്റിയും പറയുന്നുണ്ട്. മറ്റ് സമുദായങ്ങളുടെ ഇടയിലും ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയ വർഗ ബഹുജന സംഘടനകളുടെ പ്രവർത്തനവും വലിയൊരു ഘടകമാണ്. അങ്ങനെ തിരുവിതാംകൂർ കൊച്ചിയിലെ ഒരു വലിയ വിഭാഗം സീറ്റുകൾ നേടിക്കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരുന്നത്. 60 കമ്മ്യൂണിസ്റ്റ് നിയമസഭാംഗങ്ങളിൽ 40% നായർ സമുദായത്തിലെ BABL നായേഴ്സാണ്. നമ്മുടെ റോബിൻ ജെഫ്രിയും റോബർട്ട് ഹാർഡ്ഗ്രേവും പറയുന്നത് പോലെ ദേ ആർ നോട്ട് റെവല്യൂഷണറീസ് ബട്ട് ദേ ആർ BABL നായേഴ്സ്. ഇങ്ങനെയാണ് അതിനെപ്പറ്റി വിശേഷിപ്പിക്കുന്നത്. അതായത് മറ്റ് സമുദായങ്ങളിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ഒരു ക്ലേ ഇങ്ങനെ കളിമണ്ണിങ്ങനെ പിടിച്ച് മോൾഡ് ചെയ്യുന്നത് പോലെയാണ് സമുദായങ്ങൾ രൂപപ്പെട്ടത് രാഷ്ട്രീയത്തിൽ. പക്ഷേ ഇവിടെ ഒരു ക്രിസ്റ്റൽ വേസ് പൊട്ടിത്തകരുന്നത് പോലെയാണ് നായർ സമുദായത്തിലെ ബന്ധങ്ങൾ, മെട്രിലീനിയർ റിലേഷൻസ് പൊട്ടിത്തകർന്നെന്നാണ് റോബിൻ ജെഫ്രി പറയുന്നത്. ആ പൊട്ടിത്തകർച്ചയിൽ ഉദയം ചെയ്ത ഒരു വലിയ ചെറുപ്പക്കാരുടെ വലിയ വിഭാഗമാണ് അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അനുകൂലമായും നിലകൊണ്ടത്. അതിൽ വലിയൊരു സോഷ്യൽ എഞ്ചിനീയറിങ്ങിൻ്റെ എലിമെൻറ്റും അതിൻ്റെ അകത്തുള്ളതായി ഞാൻ പറയുന്നുണ്ട്. അതിലോട്ട് എല്ലാം ഞാൻ കടക്കുന്നില്ല. പക്ഷേ ഇതിൻ്റെ വിവിധ രൂപാന്തര ഭാവങ്ങളാണ് 70കളിലും 80കളിലും നാം ഇപ്പോൾ കണ്ടുവന്ന് സ്റ്റെബിലൈസ് ചെയ്തിരിക്കുന്ന ഐക്യമുന്നണി രാഷ്ട്രീയത്തിൽ അന്തർലീനമായ സാമുദായിക കൂട്ടായ്മകൾ. സമയക്കുറവുണ്ട്. എന്നാലും ജോണിനോടൊരു ചോദ്യം കൂടിയുണ്ട്. തീർച്ചയായിട്ടും ഈ കോalition പോളിറ്റിക്സിൽ സംഭവിച്ച ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ ഇസങ്ങൾ എവിടെ നിൽക്കുന്നു എന്നല്ല, ഇസങ്ങൾ നഷ്ടപ്പെടുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്. പ്രത്യയശാസ്ത്രപരമായി ഉള്ള നഷ്ടം ഈ കോalitionലൂടെ വരുന്നു. അതൊരു പക്ഷേ പറയാൻ ഏറ്റവും യോഗ്യനായ ആൾ CP ആണെന്ന് ഞാൻ കരുതുന്നു. എന്താണ് അതിൻ്റെ ഒരു അവസ്ഥ? ഈ കോalition പോളിറ്റിക്സ് വരുമ്പം പ്രത്യയശാസ്ത്രം എവിടെ പോകുന്നു? കൊയിലീഷൻ പോളിറ്റിക്സ് വരിക എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണെന്നുള്ളത് വളരെ സങ്കീർണമായിട്ടൊരു ചോദ്യമാണ്. കൊയിലീഷനെ കുറിച്ചുള്ള പൊളിറ്റിക്കൽ തിയറികൾ പലതും ഉണ്ടെങ്കിൽ പോലും ഞാൻ വായിക്കാൻ ശ്രമിച്ചിട്ടുള്ള, എനിക്ക് പ്രഭാഷ് തന്ന ചില പുസ്തകങ്ങൾ കൂടെ ഞാൻ വായിക്കാൻ ശ്രമിച്ചിട്ടുള്ളതിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്, ഒരു ഫ്രാഗ്മെൻറ്റഡ് സൊസൈറ്റിയിൽ നിന്നാണ് പൊളിറ്റിക്കൽ പാർട്ടികൾ ഉണ്ടാവുക. അപ്പോൾ എത്രമാത്രം നിങ്ങൾക്ക് സോഷ്യലി ഫ്രാഗ്മെൻറ്റഡ് ആണോ അത്രയും അധികം പൊളിറ്റിക്കൽ പാർട്ടികളും ഉണ്ടാവും. ആ പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് കൊയിലീഷൻ പൊളിറ്റിക്സിൽ വലിയ പങ്ക് വഹിക്കാൻ കഴിയുന്നതിൻ്റെ ഒരു കാരണം, ഇപ്പോൾ ഞാനൊരു ചെറിയ കൊയിലീഷൻ പാർട്ട്ണറാണല്ലോ, മെയിനായിട്ടുള്ളൊരു കാരണം ഞാൻ എംപിരിക്കലായിട്ട് ഇപ്പോൾ നമ്മൾ തമിഴ്നാട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടുത്തെ മുഖ്യ കക്ഷിയും മുഖ്യ പ്രതിപക്ഷ കക്ഷിയും ചേർന്നാൽ ഏതാണ്ട് 80% വോട്ടായി. ഇപ്പോഴത്തെ പശ്ചിമ ബംഗാളിലെ മുഖ്യ കക്ഷിയും മുഖ്യ പ്രതിപക്ഷ കക്ഷിയായ BJPയും ചേർന്നാൽ ഏതാണ്ട് 80% 75% വോട്ടായി. ഇത് തന്നെയാണ് മഹാരാഷ്ട്രയിൽ. കുറച്ച് ഫ്രാഗ്മെൻറ്റഡ് ആണ്, അതുകൊണ്ട് അവിടെ കക്ഷികളുടെ എണ്ണം കൂടി വരികയാണ്. UPയിലും കക്ഷികളുണ്ടെങ്കിൽ പോലും മുഖ്യ കക്ഷിയായ BJPയും SPയും ചേർന്നാൽ അവിടെയും 70% മുകളിലായി. ഇപ്പം ഇലക്ഷൻ നടന്ന ബീഹാറിൽ RJDയും BJPയും മാത്രം ചേർന്നാലും 70% മുകളിലായി. പക്ഷേ കേരളത്തിൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലടക്കം കോൺഗ്രസും CPIMും ചേർന്നാൽ 50% ഉള്ളൂ. അത് 50%ത്തിലേക്ക് താഴത്തക്ക തരത്തിൽ അവർ മറ്റ് കക്ഷികളെ അക്കോമഡേറ്റ് ചെയ്യാൻ നിർബന്ധിതരാണ്. ഇതൊരു മാർക്കറ്റ് ഫോഴ്സ് സപ്ലൈ. അപ്പോൾ നിങ്ങൾക്കത് അവരെ വേണമെങ്കിൽ ഒഴിവാക്കാം. പക്ഷേ കഴിഞ്ഞ തവണ ഇപ്പോൾ കേരള കോൺഗ്രസ് മാണി വിഭാഗം
ആ മണി വിഭാഗത്തെ എടുത്തപ്പോൾ ഏതാണ്ട് 3.5% വോട്ട് മണി കേരള കോൺഗ്രസിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ആ വിഭാഗത്തെ എടുക്കുക എന്നുള്ളത് എലക്ഷൻ സുനിശ്ചിതമായി വിജയിക്കാനുള്ള CPM-ൻ്റെ തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇനി രണ്ടാം കക്ഷികളെയും കൂടെ എടുക്കാം. കേരളത്തിലെ UDF-ൻ്റെ രണ്ടാം കക്ഷി ലീഗാണ്. ലീഗിന് എത്ര ശതമാനം? 8% വോട്ടേ ഉള്ളൂ. ഇത് അല്ല 8-9 ഇത് തന്നെയാണ് CPI-യും. അപ്പോൾ അവിടെ അവർ രണ്ടാളും ചേർന്നാലും 20% ഉള്ളൂ നമുക്ക് ലിബറലായിട്ട് കൊടുത്താൽ. അപ്പോഴും എത്ര 70% ആവുന്നുള്ളൂ. പിന്നെയും ബാക്കി എല്ലാ കക്ഷികളുടെയും കൂടെ 30% വോട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസ്, CPM, CPI, മുസ്ലിം ലീഗ് ഈ 4 കക്ഷികൾ കഴിഞ്ഞിട്ടുള്ള മറ്റ് കക്ഷികൾ, ആ കക്ഷികളുടെ കയ്യിൽ 30% വോട്ടുണ്ട്. ആ 30% വോട്ട് ഞാൻ നേരത്തെ ഒരു സ്ഥലത്ത് പറഞ്ഞ പോലെ മേശപ്പുറത്ത് കിടക്കുന്ന റമ്മി കളിക്കുമ്പോൾ കിടക്കുന്ന കാർഡുകളാണ്. ആ കാർഡ് എപ്പോൾ വേണമെങ്കിലും എടുക്കുകയോ വയ്ക്കുകയോ തള്ളുകയോ ചെയ്ത് നിങ്ങൾക്ക് സെറ്റ് ഉണ്ടാക്കാം. ഇതാണ് പ്രാക്ടിക്കൽ പൊളിറ്റിക്സ്. പക്ഷേ എത്ര പാർട്ടികൾ കൂടുന്നുണ്ട് അതിൻ്റെ അർത്ഥം പൊളിറ്റിക്കലി ഡിഫൈൻഡ് ആയിട്ടുള്ള എത്ര സോഷ്യൽ ഗ്രൂപ്പുകൾ ഉയർന്നു വരുന്നു എന്നുള്ളതാണ്. എത്രയധികം സോഷ്യൽ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ക്ലാസ് ഗ്രൂപ്പുകൾ ഉയർന്നു വരുന്നുണ്ടോ അത്രയും പാർട്ടികൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ പാർട്ടികളിലെ സ്കീസം അതാണല്ലോ അതിന് പറയുന്നത്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്താൽ ഇപ്പോൾ ഞാനൊരു ചെറിയ ഗ്രൂപ്പിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. CPM, CPI, അതിനുശേഷം നക്സലൈറ്റ് ഗ്രൂപ്പുകൾ, RSP വേറെ തന്നെ ഒരു ശ്രേണിയിൽ ഇടതുപക്ഷത്തുണ്ട്, പിന്നെ CMP, RMP, അങ്ങനെ നിരവധി പാർട്ടികൾ നമ്മുടെ അസംബ്ലിയിൽ തന്നെ അസംബ്ലിയിൽ വരാത്ത നിരവധി പാർട്ടികളുണ്ട്. കോൺഗ്രസ് എടുത്താൽ കോൺഗ്രസ്, കേരള കോൺഗ്രസ് ഇപ്പോൾ CPM വിട്ടുപോയാൽ കോൺഗ്രസ് വിട്ടുപോയതാണ് എന്ന് പലരും കരുതുന്നില്ല. കേരള കോൺഗ്രസ്, അതിനുശേഷമുള്ള കോൺഗ്രസ് എസ്, NCP തുടങ്ങിയിട്ടുള്ള പാർട്ടികൾ അവിടെയുണ്ട്. മുസ്ലിം ലീഗ് മാത്രമാണ് വിട്ടുപോയവരെ ചേർത്ത് അവർ കുറേ കൂടെ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിനെ ചേർത്തു, INL-ൻ്റെ മുഖ്യഭാഗത്തെയും ചേർത്തു. ഇനി കേരള കോൺഗ്രസ് ആണെങ്കിലോ പരസ്പരം നിരവധി ഒരു ഡസനോളം കേരള കോൺഗ്രസ് ഗ്രൂപ്പുകൾ പലപ്പോഴും ഉണ്ടാവുകയും തിരിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട്. സോഷ്യലിസ്റ്റ് പാർട്ടി എത്രയോ ഗ്രൂപ്പുകളാവുകയും 77 ജനതാ പാർട്ടിയെ രൂപീകരിക്കുകയും പിന്നീട് വീണ്ടും പിളരുകയും വളരെയും ചെയ്തിട്ടുണ്ട്. എന്നതിൻ്റെ അർത്ഥം എത്ര സോഷ്യലി ഡിഫൈൻഡ് ആയിട്ടുള്ള ആളുകളുണ്ടോ, ഗ്രൂപ്പുകളുണ്ടോ, അതനുസരിച്ച് പാർട്ടികളും ഉണ്ടാവാനുള്ള സ്പേസ് ഉണ്ട്. സമയം അധികരിച്ചു. എന്തായാലും കേരള രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും കോംപ്ലക്സായ ഒരു ചിത്രം അവതരിപ്പിക്കുന്ന വളരെ സങ്കീർണമായ ഡാറ്റ വെച്ചിട്ടുള്ള ഏറ്റവും സമഗ്രമായൊരു പഠനമാണിത്. തീർച്ചയായും കേരള രാഷ്ട്രീയത്തെ മുന്നോട്ട് നയിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകർക്കും രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്കും രാഷ്ട്രീയ ഗവേഷകർക്കും ഇതിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട്. വരാനിരിക്കുന്ന പുസ്തകങ്ങൾക്ക് ഇതൊരു മാതൃകയായിട്ട് നിലനിൽക്കുകയും ചെയ്യും. മോഹനെ അഭിനന്ദിച്ചുകൊണ്ട് ഈ സെഷൻ ഇവിടെ അവസാനിക്കുന്നു.